നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരിക്കൽ പോലും ഈശോ ഒരു സൗഖ്യ ശുശ്രൂഷ നടത്തിയിട്ട് സൗഖ്യത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തിയതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഒരിടത്തുമില്ല. സൗഖ്യത്തെക്കുറിച്ച് ഒരു സർമൺ, ഒരു പ്രസംഗം ബൈബിളിൽ ഇല്ല. എന്നാൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ, നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ഇടങ്ങളിലും ഇതൊരു സാക്ഷ്യമായി ഉയർത്തിക്കൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നത് ഇത് കേട്ടിട്ട് മറ്റുള്ളവർ വിശ്വസിക്കുമെന്ന്. നോ, ബൈബിൾ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാതെ പ്രിയപ്പെട്ടവരെ ഏത് സാക്ഷ്യവും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്ന് മാത്രമല്ല, ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അന്ത്യ കാലഘട്ടത്തിൽ അനേകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമ്മളും ദൈവം മുമ്പാകെ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അന്ത്യകാലഘട്ടങ്ങളിൽ നമുക്കറിയാം, യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഇന്ന് അനുവദനീയമായ സാഹചര്യങ്ങളിലെല്ലാം ധാരാളം പ്രസംഗകർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ. അന്ത്യകാലത്ത് എന്താ സംഭവിക്കുക? നമുക്കും ഒരു ആകുലതയുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ സംഭവിച്ചതിൻ്റെ സൂചനകളൊക്കെ, സംഭവിക്കുന്നതിൻ്റെ സൂചനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോഴതുകൊണ്ട് അന്ത്യകാലത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കാം. ഹല്ലേലൂയ, ശ്രമേട്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ ഞാനും കരുതിയിരുന്നത് അന്ത്യകാലത്ത് ഭൂകമ്പം ഉണ്ടാകും, അന്ത്യകാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകും, പ്രളയം, അന്ത്യകാലത്ത് പകർച്ചവ്യാധി ഉണ്ടാകും, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള പല കലാപരിപാടികളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ത്യകാലത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് ഈശോ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്, നമ്മൾ വചനം നന്നായി ധ്യാനിക്കേണ്ടതാണ്. അന്ത്യകാലത്ത് ഈ ഭൂകമ്പവും ഈ യുദ്ധവും കലഹവും ഈ ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും എതിർക്കുന്ന ഈ കലാപരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിനു മുൻപ് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അന്ത്യകാലത്തിൻ്റെ അടയാളം, അന്ത്യകാലം അടുത്തു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അതാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 3-4 വാക്യങ്ങൾ വായിക്കാം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിഷ്യന്മാർ ഒലിവുമലയിൽ ഈശോടൊപ്പം തനിച്ചായിരിക്കുമ്പോൾ മെല്ലെ വന്നിട്ട് 12 പേരും അവന് വട്ടം ഇരുന്നിട്ട് പെതിയെ ഈശോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുക? നിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം ഞങ്ങൾക്കൊന്ന് പറഞ്ഞാൽ. അവരുടെ ചോദ്യം ഇതാണ്, ഒരു അടയാളം, അന്ത്യകാലമാണ് എന്ന് അറിയാനുള്ള അടയാളം നീ ഞങ്ങൾക്ക് പറയണം. പ്രിയപ്പെട്ടവരെ, ഈശോ ആദ്യമേ അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിൻ്റെ ആദ്യത്തെ അടയാളം വഴിതെറ്റിക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്തിൻ്റെ ആദ്യത്തെ അടയാളം എന്താണെന്നറിയാമോ? ചതി, വഞ്ചന, ഡിസപ്ഷൻ. കാരണം പിന്നീട് ഈശോ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു തവണയെ പറയുന്നുള്ളൂ. എന്നാൽ കൂടെ ഈശോ ഈ സുവിശേഷത്തിൽ മത്തായി ശ്ലീഹ പറയുകയാണ്, ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ആ കാലത്ത് നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. 11-ാം തിരുവചനമാണ്. നിരവധി വ്യാജ പ്രവാചകന്മാർ അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടും. 1ഉം 2ഉമല്ല, നിരവധി, അനേക വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടും. അനേക വ്യാജ പ്രവാചകന്മാർ പ്രസംഗങ്ങളുമായി, വചന ശുശ്രൂഷകളുമായി വരും. എന്നിട്ട് പറയുന്നത്, ഈശോ പറയുകയാണ്, ഇവരെല്ലാം വരുന്നത് മറ്റ് മതത്തിൻ്റെ പേരിലല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചതി, ഈ വഞ്ചന നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? പള്ളിയിലാണ്. ഈ വഞ്ചന നടക്കുന്നത് സഭയ്ക്കകത്താണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ചതിക്കപ്പെടും. മറ്റു മതത്തിൻ്റെ ബൈബിളും കൊണ്ടല്ല അവർ വരുന്നത്, മറ്റു മതത്തിൻ്റെ പുസ്തകങ്ങളുമായി, മറ്റു മതത്തിൻ്റെ നേതാക്കന്മാരുമല്ല വരുന്നത്, മറ്റു മതത്തിൻ്റെ അടയാളങ്ങളും
അനീന്ദ്രിയമായ സിദ്ധികളുമൊക്കെ കാണിച്ച് അത്ഭുതങ്ങളൊന്നും കാണിച്ചല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുക. നമുക്കറിയാം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ, നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇടയിൽ മറ്റൊരു മതസ്ഥൻ വന്നിട്ട് കുറേ അത്ഭുതങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചാലും നമ്മൾ പറയും പോകോ, നമ്മൾ വീഴിയല്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ വീഴുന്നതെന്നറിയാമോ? ഈ പുസ്തകവുമായി, ഈ ബൈബിളുമായി ആളുകൾ വരും. ഈ പുസ്തകവുമായി വന്നിട്ട് നമ്മുടെ പള്ളിക്കകത്ത് നിൽക്കും. എന്നിട്ട് നമ്മളോട് ഈ പുസ്തകത്തിലെ പ്രബോധനങ്ങൾ പറഞ്ഞു തരും. ഈ പുസ്തകത്തിലെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു തരും. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ നാമത്തിലാണ് അവർ വരുന്നത്. ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറയുകയാണ് യേശു ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കുമോ? വിശ്വസിക്കുകയല്ല. പക്ഷേ ഈ പുസ്തകവുമായി വന്ന് എല്ലാ വ്യാഖ്യാനങ്ങളും നൽകി പ്രബോധനങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവസാനം നമ്മൾ മനസ്സിലാകും ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു, കെണിയിൽപ്പെട്ടുപോയി. കർത്താവ് പറയാണ്, അന്ത്യകാലത്തിൻ്റെ ആദ്യത്തെ അടയാളം നമുക്ക് മനസ്സിലാവില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഞ്ചിക്കപ്പെടുമാറ് ഈശോയുടെ നാമത്തിൽ ആളുകൾ വന്ന് പള്ളിക്കകത്ത് നിന്ന് വചനം കൊടുക്കും. പ്രബോധനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങളെ അവർ വ്യാഖ്യാനിക്കും. ചാനലുകളിൽ, യൂട്യൂബുകളിൽ നമുക്കറിയാം ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കും. ഈശോ പറയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. അപ്പോൾ ഒന്നാമത്തെ അടയാളമാണ് ചതി അഥവാ വഴിതെറ്റിക്കൽ. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ പറയാണ്, കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇവർ ബൈബിൾ മാത്രം പറയുകയല്ല, അവരുടെ കണ്ണിൻ്റെ മുൻപിൽ അടയാളങ്ങൾ സംഭവിപ്പിക്കും. അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. മരിച്ചവർ വേണമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഈശോ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഇതാണ് അന്ത്യകാലത്തിൻ്റെ അടയാളം, നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത്. ഇപ്പം ചോദിച്ചേക്കെ, എൻ്റെ ദൈവമേ, ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടാൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കും? പ്രിയപ്പെട്ടവരെ, അതിന് ഉള്ള വഴിയാണ് ഈശോ ഇന്ന് പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ, ശ്രമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ശീമോ നമസ്കാരത്തിൽ, ഞങ്ങളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ സന്യസ്തരൊക്കെ ഇങ്ങനെ നമ്മൾ യാമ നമസ്കാരം നടത്തുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. യാമ നമസ്കാരം, അതിനകത്ത് ഞങ്ങൾ പാടും, പുഞ്ചിരി അതരത്തിൽ വഞ്ചന ഹൃദയത്തിൽ, അല്ലേ? അങ്ങനെയല്ല പാടുന്നത്. കെണികൾ വയ്ക്കുമവൻ സോദരഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, വഞ്ചകരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ കർത്താവെ, നാഥ വഞ്ചകരിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. അങ്ങനല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ചില ആളുകളുടെ അധരത്തിൽ നോക്കിയാൽ നല്ല പുഞ്ചിരി, പക്ഷേ ഹൃദയത്തിൽ വഞ്ചനയാണ്. അവർ കെണിവെക്കും സഹോദരന്മാരുടെ ഭാവത്തിൽ. ഇത് കെണിയാണെന്ന് തിരിച്ചറിയാൻ വഞ്ചകരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഇങ്ങനൊരു പ്രാർത്ഥന നടത്തും. പക്ഷേ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥന അത്ര കണ്ട് കേൾക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം ബൈബിളിൽ കർത്താവ് പറയുകയാണ്, ഈ വഞ്ചന അനുവദിക്കപ്പെടും അന്ത്യകാലത്ത്. ഈ ചതി, നമ്മെ പറ്റിക്കുന്ന, വഴിതെറ്റിക്കുന്ന ആളുകൾ അന്ത്യകാലത്ത് വരും. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ വഞ്ചന ദൈവം അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം, പലപ്പോഴും നമുക്കറിയാം, ദൈവമായ പിതാവ്, സ്നേഹമുള്ള പിതാവ്, അപ്പൻ, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ വഞ്ചിക്കപ്പെടാൻ അനുവദിക്കുക. ഇത് സ്നേഹമുള്ള അപ്പനാണോ? ദൈവം ഇങ്ങനെയൊക്കെ അനുവദിക്കാൻ പറ്റൂ? നമ്മുടെ വീട്ടിൽ ഒരപ്പൻ, പിള്ളേര് 3 പേര് പെൺകുട്ടികൾ വളർന്നു വരിക എന്ന് വെച്ച്, അപ്പോഴാണ് ചതിയും കൊണ്ട് ഒരുത്തൻ കയറി വരുന്നത്. ആ വീട്ടിലെ അപ്പൻ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് സ്നേഹമുള്ള അപ്പനാണെങ്കിൽ ഈ ചതിയനെ വീട്ടിൽ കയറ്റുമോ? ഇല്ല. ഉറപ്പാണ്, ഏത് വിധേനയും ഈ പിള്ളേരെ രക്ഷിക്കാൻ ഈ സ്നേഹമുള്ള അപ്പൻ ഈ വഞ്ചകനെ പുറത്താകും. ഇവൻ വന്നാൽ കുടുംബം കുളം തോണ്ടും, കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകുന്ന അറിയാവുന്ന ഈ അപ്പൻ ഈ വഞ്ചകനെ പുറത്താക്കും. നമ്മുടെ ചോദ്യം ഇതാണ്, എന്നിട്ടും
സ്നേഹമുള്ള ഈ ദൈവം എന്തുകൊണ്ടാണ് ഈ വഞ്ചകരെ അനുവദിക്കുന്നത്? വഴിതെറ്റിക്കപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അന്ത്യകാലത്ത് വഴിതെറ്റിക്കപ്പെടാൻ തക്കവിധം ചതിയന്മാരെ ദൈവം എന്തുകൊണ്ടാണ് സഭയിൽ, ദൈവമക്കളുടെ ഇടയിൽ, പള്ളിയിൽ അനുവദിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതികൾ, വിചാരങ്ങൾ മനുഷ്യൻ്റെ പദ്ധതികൾ പോലെയല്ല. ആകാശത്തോളം ഉയർന്ന വിചാരങ്ങളാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ്റെ വിചാരങ്ങളല്ല. ദൈവത്തിന് ഇത് അനുവദിക്കുന്നതിലൂടെ ഒരു സ്വർഗീയ പദ്ധതി നിറവേറ്റാനുണ്ട്. എന്താണ് ഈ പദ്ധതി? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധി, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, സത്യത്തോടുള്ള നമ്മുടെ തുറവി, ഇത് പരീക്ഷിക്കപ്പെട്ടാലേ തെളിയിക്കപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം വഞ്ചകരെ, വഴിതെറ്റിക്കുന്നവരെ നമ്മുടെ ഇടയിൽ അനുവദിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് നമ്മുടെ ഇച്ഛാശക്തി, പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ഈ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ദൈവം വേണോ അതോ ഈ ഭൂമിയുടെ ആകർഷണങ്ങൾ വേണോ? ഏദൻ തോട്ടം എടുത്താൽ മതി. ഏദൻ തോട്ടത്തിൽ ദൈവം എന്തുകൊണ്ടാണ് പിശാചിനെ, സർപ്പത്തെ കയറ്റിവിട്ടത്? ഏദനിൽ കയറിയെങ്കിൽ വീട്ടിലും കയറും, ഏദനിൽ കയറിയെങ്കിൽ പള്ളിയിലും കയറും. ഏദനിൽ ചതിയൻ കയറിയെങ്കിൽ ദൈവം വളരെ സുരക്ഷിതമായി രൂപപ്പെടുത്തിയെടുത്ത് ദൈവം അവനെ അനുവദിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും ഈ വഞ്ചകര് ഉണ്ടാകും, ചതിയൻ പ്രവേശിക്കും. എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചെന്നറിയാമോ? ദൈവം തൻ്റെ സൃഷ്ടിയായ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു, ഈ തോട്ടത്തിലെ ഒരു വൃക്ഷമുണ്ടല്ലോ, അത് മാത്രം കഴിക്കരുത്, ബാക്കിയെല്ലാം കഴിച്ചുകൊള്ളുക, ഇത് മാത്രം കഴിക്കരുത്. ആദാം നോക്കിയപ്പോ വളരെ ആകർഷകമായ, ആസ്വാദ്യകരമായ, നാവിന് രുചികരമായ ഈ പഴം കണ്ടിട്ട് ആദാം ഹവ്വ അത് കഴിച്ചു. ദൈവത്തിന് ഇവരിൽ നിന്ന് ഒരു ഉത്തരം കിട്ടണമായിരുന്നു. ദൈവം ഇവരിൽ നിന്ന് ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യമാണ്. നിനക്ക് ഈ കണ്ണിനിമ്പകരമായ കാര്യമാണോ അതോ ഞാൻ പറഞ്ഞ വചനമാണോ മുഖവിലയ്ക്ക് നീ എടുക്കുന്നത്? നിനക്ക് ഒന്നാം സ്ഥാനം ഞാൻ പറഞ്ഞ വചനമാണോ അതോ ഈ വൃക്ഷത്തിന്റെ ഫലമാണോ? ഇതാണോ നിനക്കിഷ്ടം അതോ ഞാൻ പറഞ്ഞതിനാണോ നിനക്ക് വില? ഇത് ദൈവം പരീക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് വഞ്ചകരെ അനുവദിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ആകാശത്തിലെ ദൈവം നിന്നെ ഉറ്റുനോക്കും. നീ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനത്തിനാണോ വില കൊടുക്കുന്നത് അതോ ഈ ഭൂമിയുടെ മായാമോഹങ്ങൾക്കാണോ? പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ സുഖങ്ങൾക്കാണോ നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതോ ദൈവത്തിന് അറിയണം നീ നിന്റെ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നു? ഇത് പരീക്ഷിക്കപ്പെടാൻ, കതിരും പതിരും തമ്മിൽ തിരിച്ചറിയാൻ അന്ത്യകാലത്ത് ദൈവം അനുവദിക്കുന്ന വഴിയാണ് വഞ്ചകരെ അയക്കും. ഹല്ലേലൂയ. ചതിയന്മാരെ, വഴിതെറ്റിക്കുന്നവരായിരിക്കും. നിനക്ക് ഈ വചനം അറിയാമെങ്കിൽ, എനിക്ക് ഈ വചനത്തിൽ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടില്ല. ഇല്ലാത്തവരെല്ലാം വഴിതെറ്റിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്തിൽ ഒരു ഡിസപ്ഷൻ, ഒരു ചതി നമുക്കുണ്ടാകാതിരിക്കാൻ നാം വചനത്തിൽ ആശ്രയിക്കണം. ബൈബിളിൽ വചനത്തിൽ പറയുന്നത് 3 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ വഞ്ചിക്കുന്നത്. നമ്മൾ വഞ്ചിക്കുന്നത് 3 കാര്യങ്ങളാണെന്ന് പറയും. ഒന്ന്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം. നമ്മളെ വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം. ഒന്ന് വായിക്കാമോ? ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വായിക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. അപ്പം നമ്മളെ വഞ്ചിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം ബൈബിൾ പറയാണ്, നമ്മുടെ തന്നെ ഹൃദയം നമ്മളെ വഞ്ചിക്കും. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. അന്ത്യകാലത്ത് നമ്മളെ വഞ്ചിക്കുന്ന പിശാചിൻ്റെ പല കെണികളുണ്ട്. അതിലൊരു കെണിയാണ് നമ്മളുടെ ഹൃദയം തന്നെ പിശാചിൻ്റെ താവളമായിട്ട് നമ്മുടെ ഹൃദയം തന്നെ നമ്മളെ വഞ്ചിക്കും. ഒന്ന് വായിക്കാം. ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അത് കിട്ടുന്നൂടെ വായിക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. വളരെ ദുഃഖകരമാം വിധം ദുഷിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ആഗ്രഹിക്കാത്തതാണ് ചെയ്തു പോവുക. ചെയ്ത് കഴിയുമ്പോഴാലോചിക്കുന്നത്, അയ്യോ പറ്റിപ്പോയല്ലോ. നമ്മുടെ പിടിയിൽ വരുതിയിൽ നിൽക്കുന്നില്ല ഹൃദയം. തെന്നി പോകുക. ആഗ്രഹമുണ്ട്, ഇതൊന്നും പാടില്ല. പക്ഷെ ഹൃദയം കപടതകളുടെ ഉസ്താദാണ്, കപടതകൾ കാട്ടുന്നതാണ്. എന്നിട്ട് പറയാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ബൈബിൾ പറയാണ്, ഒന്നാമത്തെ കാര്യം, നമ്മളെ ചതിക്കുന്ന ഒന്നാമത്തെ കാര്യം, ശ്രദ്ധ വേണം. ഹൃദയം നമ്മളെ ചതിക്കും. അതുകൊണ്ടാണ് ഈ ആത്മശോധന വേണമെന്ന് പറയുന്നത്. വിശുദ്ധരെല്ലാം വിശുദ്ധരാകുന്നതിൻ്റെ ഒരു വഴി, അവരെല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും
ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ആത്മശോധന നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെ പരിശോധിച്ചിരുന്നു. ഈ ഹൃദയത്തിൽ വഞ്ചന കയറുന്നുണ്ടോ, കപടതകൾ കയറുന്നുണ്ടോ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റിയോ, ക്ഷമിക്കാൻ പറ്റിയോ, എന്നെ മുറിപ്പെടുത്തിയ ഈഗോ, എൻ്റെ ഈഗോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒരു കുത്തുവാക്ക് കേട്ടു, അതിൻ്റെ പേരിൽ ഞാൻ മുഖം വാടിയോ, ഇത് പരിശോധിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വഴി. ആരോഗ്യവും സൗഖ്യവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. പള്ളി വന്ന് കുറേ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി, അത് വേറൊരു വകുപ്പാണ്. കുറേ പള്ളിയിൽ വന്നിട്ട് കുറേ നേരം ഇരുന്നപ്പോൾ മനസ്സിനൊരു സമാധാനം, അതൊക്കെ വേറൊരു വകുപ്പാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? നിന്നെ നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമുണ്ട്. ഹൃദയം നിന്റെ വരുതിയിൽ നിൽക്കാതെ തെന്നിപ്പോകുന്ന ഒരു ഹൃദയമുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ആത്മശോധന. ഹല്ലേലൂയ. അതിനെ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി നിന്റെ ഹൃദയത്തെ നീ മനസ്സിലാക്കാൻ പറ്റണം. കുറ്റം ഭാര്യയുടേതല്ലെന്നേ, കുറ്റം ഭർത്താവിൻ്റെതല്ല, മക്കളുടേതല്ല, അമ്മായിയമ്മയുടേതല്ല, മരുമക്കളുടേതല്ല. കുറ്റം ഇവിടാണ്, ഹൃദയത്തിലാണ്. ഇത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ബൈബിൾ പറയാണ് നമ്മളെ ചതിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ജഡം. അപ്പോൾ ആദ്യത്തെ കാര്യം ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ വിശുദ്ധരാണ്. ഇതാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ചതി. നമുക്ക് മാനസാന്തരപ്പെട്ടവരാണ്, നമുക്ക് ആത്മനിറവുള്ളവരാണ്, നമ്മൾ വിശുദ്ധരാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഇതാണ് ഹൃദയത്തിൻ്റെ ചതി. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, മറ്റുള്ളവരെക്കാളും എന്തുകൊണ്ടും എനിക്കറിയാൻ കാര്യങ്ങൾ. ഇതാണ് ഹൃദയത്തിൻ്റെ ചതി. ഒരിക്കലും ഹൃദയം സമ്മതിച്ചു തരത്തില്ല നമുക്കിത് പറ്റിപ്പോയെന്ന്. പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് വളരെ അവബോധമില്ല എങ്കിൽ നമ്മൾ നിരന്തരം പുറത്തോട്ട് ഇങ്ങനെ ഉക്കൻ്റെ കണ്ണുമായി നോക്കിക്കൊണ്ടിരിക്കും. ഉക്കൻ്റെ കണ്ണുമായിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ ഒന്നാമത്തെ അപകടം. അതുകൊണ്ട് ഹൃദയം നമ്മളെ ചതിക്കും. രണ്ടാമത്തെ വിഷയം നമ്മുടെ ജഡം നമ്മളെ ചതിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ചതിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് എന്ത്? മണ്ടണില്ല, ജഡം. ഒന്നാമത്തെ കാര്യമോ? ഹൃദയം. മറക്കരുത്, നമ്മൾ ചതി പറ്റി ജീവിക്കാനുള്ളവരല്ല. നമ്മളെ ചതിക്കുന്നത് ബിസിനസ്സിലെ പങ്കാളിയൊന്നുമല്ല. നമ്മളെ ചതിക്കുന്നത് ദാമ്പത്യ അവിശ്വസ്തത കാട്ടിയിട്ട് നമ്മുടെ ഭാര്യ നമ്മുടെ ഒന്നും അല്ലെന്ന്. നമ്മളെ ചതിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മളെ ചതിക്കുന്നത് നമ്മുടെ ജഡമാണ്, നമ്മുടെ ശരീരം. വായിക്കാം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുന്നത് ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല. ഇത് നമ്മുടെ ആത്മാവിനെ ശോധന ചെയ്യാനുള്ള തിരുവചന സന്ദേശമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ചതിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ജഡം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം ചെയ്തു കൂട്ടിയ തിന്മകളുടെ സ്വാധീനങ്ങൾ, ആസക്തികളാൽ കലുഷിതനായ ഒരു പഴയ മനുഷ്യൻ എൻ്റെ ജഡത്തിലുണ്ട്. അറിയാതെ ഞാൻ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇത് തലപൊക്കും, ഈ ജഡം തലപൊക്കും, ഈ ജഡം നമ്മളെ ചതിക്കും. പിന്നെ മനസ്സിലാക്കുന്നത്, അയ്യോ പറ്റിപ്പോയല്ലോ. ബൈബിൾ പറയാണ്, നിന്നെ ചതിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ജഡം. ഇതിനെക്കുറിച്ചുള്ള ശ്രദ്ധ നമുക്ക് വേണം. അറിയാതെ ജഡം നിന്നോട് പറയും, ഈ ആഗ്രഹം നീ നിറവേറ്റിയാൽ നിനക്ക് സന്തോഷമുണ്ടാകും, ഈ ആഗ്രഹം നീ നിറവേറ്റിയാൽ, ഇന്നടത്ത് പോയാൽ, ഇന്നാളെ കണ്ടാൽ, ഇന്നാളോട് മിണ്ടിയാൽ, ഇന്ന അഡ്മിഷൻ കിട്ടിയാൽ, ഈ ജഡം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നിന്റെ സന്തോഷത്തിന്റെ കാരണമെന്ന് ജഡം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് രണ്ടാമത് ബൈബിൾ പറയാണ്, നമ്മെ ചതിക്കുന്ന ആസക്തികളാൽ കലുഷിതനായ നമ്മുടെ ഒരു ജഡമുണ്ട്. ഈ ജഡം നമ്മളെ ചതിക്കും. വഞ്ചന നിറഞ്ഞതാണ് ഈ ജഡം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് പറയുന്നത് സാത്താൻ നമ്മളെ ചതിക്കും. ബൈബിൾ പറയാണ്, സാത്താൻ നമ്മളെ ചതിക്കും, പിശാച്. അതെവിടെയാണ് പറയുന്നത്? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിലാണ് പറയുന്നത്. വചനം ഇങ്ങനെയാണ്, ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ ബൈബിൾ പറയാണ്, നമ്മളെ ചതിക്കുന്ന മൂന്നാമത്തെ കാര്യം ഏതാണ്? സാത്താൻ. അപ്പോൾ ഒന്നാമത്തേതോ ഹൃദയം, രണ്ടാമത്തത് ജഡം, മൂന്നാമത്തത് സാത്താൻ നമ്മളെ ചതിക്കും. പണ്ട് ബൈബിളിൽ സാത്താന് പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങളാണ് പറയുക. ഒന്ന് സിംഹമായിട്ട്. അതാണ് പത്രോസ് ശ്ലീഹ പറയുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ, പിശാച് അലറുന്ന സിംഹത്തെ കണക്കെ ആരെ വിഴുകണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ പിശാചിന് പറയുന്ന ഒരു പേരാണ് എന്ത്?
സിംഹത്തിൻ്റെ പ്രത്യേകത കടിച്ചു കീറുക. പിശാച് പണ്ട് ദൈവമക്കളെ മതമർദ്ദനത്തിലൂടെ കടിച്ചു കീറുമായിരുന്നു. ശ്രദ്ധിക്കണം, പിശാച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? രാജാക്കന്മാരെ ഇളക്കിവിട്ട് മതമർദ്ദനത്തിലൂടെ, പീഡനത്തിലൂടെ രാഷ്ട്രീയ അധികാരികളെ ഇളക്കിവിട്ട് അനേകരെ കൊന്നൊടുക്കുമായിരുന്നു. പിശാചിൻ്റെ ഒരു തന്ത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ തന്ത്രം അത്ര വിലപ്പോകില്ല പിശാചിന് മനസ്സിലായി ഈ തന്ത്രത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകത്തില്ല അവന്. കാരണം മനുഷ്യൻ എന്തുമാത്രം പീഡ സഹിച്ചോ, രക്തസാക്ഷികളായോ, ആ രക്തസാക്ഷികളുടെ വളക്കൂറുള്ള മണ്ണിൽ നിന്ന് പുതിയ സഭകൾ രൂപപ്പെടാൻ തുടങ്ങി. എവിടൊക്കെ മതമർദ്ദനമുണ്ടായോ അവിടൊക്കെ വലിയ സഭകൾ ഉണ്ടാകാൻ തുടങ്ങി. പിശാചിന് മനസ്സിലായി ഈ പണി തുടരുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? രണ്ടാമത്തെ രൂപമെടുത്തു. ഈ രൂപത്തിൻ്റെ പേരാണ് സർപ്പം. സർപ്പത്തിൻ്റെ പ്രത്യേകതയാണ് കൗശലം, ചതി, വഞ്ചന. പിശാചിന് ബോധ്യപ്പെട്ടു, ഈ തന്ത്രം ജനത്തിൻ്റെ ഇടയിൽ ഇറക്കിയാൽ, ജനത്തെ പറ്റിച്ചാൽ, വഴിതെറ്റിച്ചാൽ ഈ സഭ തകരും. വഴിതെറ്റിക്കാൻ കാരണമാകുന്ന ആളുകളെ ഉയർത്തിയാൽ ഈ സഭ തകരും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പിശാച് ഈ തന്ത്രങ്ങൾ മെനയുമ്പോൾ, കെണികൾ വെക്കുമ്പോൾ, കൗശലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വഴിതെറ്റിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയുള്ളവരാകണമെന്ന് പറയുക. അവിടെ മൂന്നാമത്തെ കാര്യം, നമ്മളെ ചതിക്കുന്നത് ആരാണ്? പിശാച്. ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ചതിയും സഹിക്കാം. അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ, ഈശോയോട് അല്പം സ്നേഹമുണ്ടെങ്കിൽ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കാൻ മനസ്സ് കാണിച്ചാൽ ഇത് 3നെയും വരുതിയിൽ നിർത്താം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്ന 4മതൊരു കാര്യമുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും ഭയങ്കരമായൊരു വചനം ഏതാണ് എന്ന്, അപകടകരമായൊരു വചനം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 11-ാം തിരുവചനമാണെന്ന് പറയും. ഇവിടെ ചതിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മളാരുമല്ല, പിശാചുമല്ല, നമ്മുടെ ഹൃദയവുമല്ല, ജഡവുമല്ല. ഇവിടെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചതിക്കാൻ ബൈബിൾ പറയുകയാണ്, ദൈവം തന്നെ ഇറങ്ങി വരും. ദൈവം ചതിക്കും. നമ്മുടെ സർവ്വ പ്രതീക്ഷയും പോകുന്ന ഒരു വചനമാണിത്. ശ്രദ്ധയോടെ ഇരുന്നാലേ മനസ്സിലാകൂ. പ്രിയപ്പെട്ട വചനം വായിക്കാം. ദൈവം നിന്നെ ചതിക്കുമെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 11-ാം തിരുവചനം വായിക്കാം. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉയർത്തും. ദൈവം ചില ആളുകളെ, ചില വിശ്വാസികളിൽ ദൈവം അങ്ങ് ചതിക്കുകയാണ്. അവരുടെ മനസ്സിൽ, ചില വിശ്വാസികളെ ദൈവം അവരുടെ മനസ്സിൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം എന്ന് പറഞ്ഞാൽ, ചില വിശ്വാസികൾ സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണങ്ങ് അടഞ്ഞുപോയി. അവർ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെല്ലാം കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് സത്യത്തിൻ്റെ പൊരുൾ അറിയാനാവാത്ത വിധം ദൈവം തന്നെ ഈ മനുഷ്യരുടെ ഹൃദയം അങ്ങ് അടച്ചു കളയും. അയ്യോ, ഇത് പറയുന്നത് പുതിയ നിയമത്തിലാണ്. എന്താ ഇങ്ങനെ സംഭവിക്കണേ? അതിൽ തൊട്ടു മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കാണ് ഈ അപകടം, ആരാണ് ഈ നിർഭാഗ്യവാന്മാർ, ആരാണ് ഈ മനുഷ്യർ എന്ന് പറയുന്നുണ്ട്. വായിക്കാമോ? 9, 10, 11 വാക്യം ഒന്നിച്ച് വായിക്കാം. സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഈ അപകടം എന്നറിയാമോ? സത്യത്തെ സ്നേഹിക്കാൻ, അങ്ങനെ രക്ഷ പ്രാപിക്കാൻ വിമുഖത കാട്ടുന്നവരുടെ ഹൃദയത്തിൽ ദൈവം ഒരു മിഥ്യാബോധം വളർത്തും. വളരെ ശ്രദ്ധയോടിരുന്നാൽ ഈ വചനത്തിന്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. ക്രിസ്ത്യാനികളായിരിക്കുന്ന, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഏറിയ പങ്കാളുകൾക്ക് പറ്റുന്നൊരു അബദ്ധമാണിത്. ഇതിന്റെ പൊരുൾ മനസ്സിലായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം രക്ഷപ്പെടും. നിത്യജീവന്റെ ന്യായവിധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ മനസ്സിലാക്കണം. ദൈവം പറയാണ്, സത്യത്തെ സ്നേഹിക്കാൻ, അങ്ങനെ രക്ഷ പ്രാപിക്കാൻ മടി കാണിക്കുന്ന, വിമുഖത കാണിക്കുന്ന, മടുപ്പ് കാണിക്കുന്ന, താല്പര്യം കാണിക്കാതിരിക്കുന്ന ഒരു ജനത്തിന്റെ മേൽ, ഒരു സമൂഹത്തിന്റെ മേൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു തരം അരൂപി അയക്കുകയാണ്, മിഥ്യാബോധത്തിന്റെ ഒരു അരൂപി. അവർക്ക് വ്യാജമായി ഇതിനെ വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കും ഈ അരൂപി.
കാരണം അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിച്ചെന്താണെന്ന് അറിയാമോ? പള്ളിയിൽ വന്നിട്ട് അവർ തിരയുന്നത് മുഴുവനും സത്യത്തോട് വിരുദ്ധമായിട്ടുള്ള, നേരിനോട് എതിരിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഈ പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, ഒരു ബയോ ഹിസ്റ്ററി എന്താണ്, ഈശോയുടെ ബയോഗ്രഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വചനമാണ്. യോഹന്നാൻ 6:38. വചനം ഇതാണ്: ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ഇതാണ് ഈശോയുടെ ജീവചരിത്രം. ഈശോയുടെ ജീവചരിത്രം എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഉത്തരം ഇതാണ്: ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത്, ഈശോ പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ 33.5 വർഷവും ഈശോ ഒരു തവണ പോലും ഈശോയുടെ ഇഷ്ടം ചെയ്തില്ല. ഈശോ അപ്പാപിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. ഇത് നമ്മുടെയും വിളിയാണ്. ഇതെങ്ങനെ പറ്റുമെന്നറിയാമോ? ഈ ഹൃദയത്തിൽ ഇങ്ങനൊരു വിളിയുണ്ട് എന്ന ബോധമില്ലാതെ ജീവിച്ചാൽ. ഇതാണ് സത്യം. ഇതാണ് സത്യം. മൈ ഇന്നർ ലൈഫ്, എനിക്കൊരു ആന്തരിക ജീവിതമുണ്ട്. എൻ്റെ പിതാവിനോട് നേരും നെറിയുമുള്ള, എന്നെ വിളിച്ച എൻ്റെ ദൈവത്തോട്, എന്നെ രക്ഷിച്ച എൻ്റെ ഈശോയോട് വിശ്വസ്തതയുള്ള വിശുദ്ധമായൊരു ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന് തടസ്സം നിൽക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുന്നു എന്നെ അർത്ഥം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളത് വളരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പറ്റാതെ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി മരിച്ച, എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒരിക്കൽ പോലും തിരയാതെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം അന്വേഷിച്ച് ഈ ലോകത്തിൽ എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഹങ്കാരം, എൻ്റെ അഹന്ത, ഞാനെന്ന ഭാവം, എൻ്റെ ധാർഷ്ട്യം, ഇങ്ങനെ എൻ്റെ 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 എന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവനിൽ ദൈവം പറയുകയാണ്, അവനിൽ ഞാനൊരു മിഥ്യാവബോധം ജനിപ്പിക്കും. എന്താണെന്നറിയാമോ? വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അരൂപിയെ ഞാൻ അവന് വിട്ടുകൊടുക്കും. അവന് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഹിതം തിരയുന്നില്ല. ബൈബിളിൽ ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞ വചനം പറയുമ്പോൾ അവൻ പറയും, ഓ ഇത് വേണ്ട. സൗഖ്യത്തെക്കുറിച്ചുള്ള വചനം കേൾക്കുമ്പോൾ അവൻ പറയും, സൗഖ്യം കിട്ടട്ടെ. ബൈബിളിൽ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന വചനം കേൾക്കുമ്പോൾ അവൻ്റെ നെറ്റി ചുളിയും. സത്യത്തിൻ്റെ വചനമായത്. എന്നാൽ അവന് കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണെങ്കിൽ, അഡ്മിഷൻ കിട്ടുന്ന കാര്യമാണെങ്കിൽ, ആരാധനയിൽ അടയാളം സംഭവിച്ച് എനിക്ക് ജോലി കിട്ടി, കണ്ണു വികസിക്കും. പ്രിയപ്പെട്ടവരെ, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപയാണിത്. സത്യം എന്താണ്? ഈ ബൈബിളിൽ അനുതാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, പാപകരമായ ജീവിതത്തിൽ നിന്ന് നിനക്ക് മാനസാന്തരം ഉണ്ടാകണമെന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പാപകരമാകുന്നുണ്ടെങ്കിൽ ചുഴന്നെടുത്ത് എറിഞ്ഞുകളയാൻ പറയുന്നുണ്ട്, കൈ പാപത്തിന് കാരണമാകുന്നെങ്കിൽ വെട്ടി എറിയാൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തലയൊറിഞ്ഞ് കൊട്ടുവായിട്ടോണ്ട് നിന്നിട്ട് സൗഖ്യം കിട്ടുമ്പോ, അത്ഭുതങ്ങൾ നടക്കുമ്പോ കൈ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന ഒരു ശൈലിയുണ്ടല്ലോ. ഇതിന്റെ പേരാണ് മിഥ്യാവബോധം. ഈ അരൂപി ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് തരും. വ്യാജമായതിനെ ഇങ്ങനെ വിശ്വസിച്ച് അവസാനം വരെ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവം അന്ത്യവിധിയുടെ ഹൃദയത്തിന്റെ പരിശോധന മുഴുവൻ നിർവഹിച്ചിട്ട് നീ സത്യത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ്, ഈ ധ്യാന ശുശ്രൂഷകൾ ധാരാളം നടത്തുന്നതുകൊണ്ട് പറയുകയാണ്, അനേകർ വരുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി. ഈശോ പറയും, ആയിക്കോട്ടെ. ഈശോ ഒരിക്കലും നമ്മുടെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്തില്ല. സോളമൻ 400 ഭാര്യമാരെ കല്യാണം കഴിച്ചു. പോരാത്തതിന് പിന്നെ ഒരു 300 എണ്ണം വിദേശത്തു നിന്നു. സോളമനോട് കർത്താവ് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ നീയും ഇസ്രായേലും സഹിക്കേണ്ടി വരും. ദൈവം ഒരിക്കലും നമ്മളുടെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ജീവിക്കുന്ന ജീവിതശൈലിയിൽ തഴക്കദോഷങ്ങളിൽ പെട്ടൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ, മാനസാന്തരമില്ലാത്തൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ, മദ്യപിച്ച് ഉന്മത്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള കാഴ്ചകൾ കണ്ട്, ദുർക്കാഴ്ചകൾ കണ്ട്, പൊർണോഗ്രഫിക്കും അടിപ്പെട്ട് ഈ മ്ലേച്ഛമായ ജീവിതത്തിൽ നയിക്കുന്ന ആളുകളോട് കർത്താവ് പറയും, ആയിക്കോട്ടെ, പക്ഷേ
കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. പ്രിയപ്പെട്ടവർ, ഇതാണ് സുവിശേഷത്തിൻ്റെ സത്യം, ഇതാണ് സുവിശേഷത്തിൻ്റെ പൊരുൾ. ഇതിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ, സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും നാം വിമുഖത കാട്ടിയാൽ, ഒരു അരൂപി ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കും. ഇതാണ് മിഥ്യാവബോധത്തിന്റെ അരൂപി. പിന്നെ നാം കാണുന്നതെല്ലാം വ്യാജമായതിനെ സ്നേഹിക്കാനുള്ള പ്രേരണയായിരിക്കും നമുക്ക്. സത്യം ഒരിക്കലും അറിയാത്ത വിധം നമ്മുടെ ജീവിതം തകർന്നു പോകും. ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, സത്യം വെളിപ്പെടുത്തി തരണമേ. പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളോട് വാഗ്ദാനം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ധാരാളം പേര് വന്നിട്ട് രോഗസൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാനും തുടക്കകാലത്ത് കുറച്ച് പേർക്കൊക്കെ സാക്ഷ്യം പറയാനൊക്കെ അനുവദിക്കുമായിരുന്നു. ഇപ്പോഴിപ്പോഴും അതങ്ങ് നിർത്തി. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ ഒരിക്കൽ പോലും ഈശോ ഒരു സൗഖ്യ ശുശ്രൂഷ നടത്തിയിട്ട് സൗഖ്യത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തിയതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഒരിടത്തുമില്ല. സൗഖ്യത്തെക്കുറിച്ച് ഒരു സർമൺ, ഒരു പ്രസംഗം ബൈബിളിലില്ല. എന്നാൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ, നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ഇടങ്ങളിലും ഇതൊരു സാക്ഷ്യമായി ഉയർത്തിക്കൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നത് ഇത് കേട്ടിട്ട് മറ്റുള്ളവർ വിശ്വസിക്കുമെന്ന്. നോ, ബൈബിൾ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാതെ പ്രിയപ്പെട്ടവരെ ഏത് സാക്ഷ്യവും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതം തകർന്നു പോകുന്നതിൻ്റെ നൂറുകണക്കിന് അടയാളങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈശോ സൗഖ്യ ശുശ്രൂഷകൾ നടത്തി കടന്നുപോയി, പക്ഷേ ഒരിക്കൽ പോലും സൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വിഷയം ശിഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. അവൻ്റെ വഴിയിലൂടെ നടക്കാൻ, മനസ്സിനെ പാകപ്പെടുത്തുന്ന, കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ നമ്മെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ശിഷ്യത്വത്തിൻ്റെ വിളി ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ പൊരുൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്, ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ നാം നിൽക്കേണ്ട ഒരു സമയമുണ്ട്. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പുറത്തെ കാര്യങ്ങളല്ല, എൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് എൻ്റെ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് അവബോധമുണ്ടാകണമെന്നാണ് ദൈവം പറയുക. നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പള്ളികൾ, അതിൻ്റെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ മാറുന്നു. ഇതൊരു അപകടമാണ്. ഒരു സ്കെപ്റ്റിക്കായിട്ടുള്ള, നിരീശ്വരവാദിയായ ഒരു മനുഷ്യനായിരുന്നു വോൾട്ടയർ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ വോൾട്ടയർ. അദ്ദേഹം അത്ഭുതത്തോടെ ക്രൈസ്തവ ലോകത്തെ നിരവധി ഡിനോമിനേഷൻസിനെ കണ്ടിട്ട്, ധാരാളം സമൂഹങ്ങളെ കണ്ടിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു, എന്തോരം ഗ്രൂപ്പുകളാണ്. ആംഗ്ലിക്കൻസ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്. മെത്തഡിസ്റ്റൊക്കെ അന്ന് രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഗ്രൂപ്പുകളെ കണ്ടിട്ട് പറഞ്ഞു, എല്ലാം വ്യത്യസ്തകരമായ ഡോക്ട്രിൻസ്, പഠിപ്പിക്കലുകൾ. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്നാണ്. എന്താണെന്നറിയാമോ? പിരിവിൻ്റെ കാര്യത്തിൽ. പണത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ വിശ്വാസ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഇതിൽ നിന്ന് മാറ്റിയ സത്യത്തെ സ്നേഹിക്കാൻ ഒരു തുറവി നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ അപജയത്തിന് കാരണമാകും. പണമല്ല പ്രധാനം. അപ്പം ചോദിച്ചേക്കാം, ഈശോയ്ക്ക് ഗ്രൂപ്പിന് പണസഞ്ചിയില്ലായിരുന്നു? ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. പണസഞ്ചി ഉണ്ടായിരുന്നു. പക്ഷേ ബൈബിളിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല ഈശോ പിരിവെടുത്തതായിട്ട്. ഈശോ ഒരാളോട് പോലും പണം ചോദിച്ചതായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മളുടെ നാഥനെങ്കിൽ, നയിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ നടത്തിക്കൊള്ളുമെന്ന് വിശ്വസിക്കാൻ നമുക്കാകണം. നമ്മുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ, ഈ മിഥ്യാവബോധം നമ്മളിൽ ജനിപ്പിക്കുന്നത് ഈ അരൂപിയാണ്. കാരണം നമ്മൾ സത്യത്തെ കൈവെടിയുന്നു. ഈശോ വന്നിരിക്കുന്നത് മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കാനാണ്. ഈശോ നമ്മെ രക്ഷിക്കാനാണ് വന്നത്. അത് വെറും പാപമോചനം മാത്രമല്ല, സമൂലമായ നമ്മുടെ രക്ഷ. ഒരിക്കൽ ഒരു അപ്പൻ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു പയ്യൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കണ്ടിട്ട് അപ്പം പറഞ്ഞു, മോനെ അങ്ങോട്ട് തെക്കോട്ട് പോകരുത്, അവിടെ ഒരു കുഴിയുണ്ട്, 10 അടി താഴ്ചയുള്ള കുഴിയാണ്, പോകത്തില്ല ഡാഡി എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും പത്രം വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിൽ കേൾക്കാം. ചെറുക്കൻ ചെന്ന് കുഴി വീണു. അപ്പം ചെന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ലായിരുന്നോ സൂക്ഷിക്കണം, കുഴി വീടില്ലെന്ന്? അവൻ പറഞ്ഞിട്ട്, സോറി ഡാഡി. ആ സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ബൈ. അപ്പനിങ്ങ് പോകുന്നു. ഈ ചെറുക്കിന് വല്ല കഥയുണ്ട്, വല്ല രക്ഷയുണ്ടായോ? പ്രിയപ്പെട്ടവരെ, പലരും കരുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപം മോചിക്കാനാണ്. നോ, അതല്ല. അവൻ പാപം മോചിക്കും, എന്നാൽ എന്നേക്കുമായി നിന്നെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവൻ്റെ പദ്ധതിയാണ് ഈ ബൈബിൾ.
പലരും പാപം ചെയ്യും, പള്ളി വരും, അനുദപിക്കും, കുമ്പസാരിക്കും, ദൃഢനിശ്ചയം നടത്തും, പിന്നെ അതേ പാപം ചെയ്യും. വീണ്ടും വരും, പള്ളി വരും, അനുദപിക്കും, കുമ്പസാരിക്കും, ദൃഢനിശ്ചയം പറയും, അതിനുശേഷം പിന്നെയും പാപം ചെയ്യും. ഇതിങ്ങനെ കറങ്ങി 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 നടക്കുകയാണ്. ജീവിതകാലം മുഴുവനും ഈ സർക്കിളിലാണ്. പാപം ചെയ്യും, അനുദപിക്കും, ഏറ്റുപറയും, പാപം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കറങ്ങി 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 തളർന്ന് തളർന്ന് നടക്കുന്ന ഇതിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നിന്നെ രക്ഷിക്കാൻ ദൈവം പാപം മോചിക്കുക മാത്രമല്ല, ഈ തഴക്കദോഷത്തിന്റെ നാരായ വേരുകളിൽ നിന്ന് എന്നേക്കുമായി നിന്നെ രക്ഷിക്കാൻ ഈ ബൈബിളിൽ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഈ പുസ്തകം വായിക്കണം. അതിനാണ് നിന്റെ ഹൃദയത്തെ പരിശോധിക്കണം, മാനസാന്തരം വേണം, ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളിലൂടെ നടക്കണമെന്ന് പറയുക. ഇതാണ് ഇതിന്റെ സത്യത്തിന്റെ പൊരുൾ. അല്ലാതെ കുറെ ഉപമകൾ കേട്ട്, സമറായക്കാരന്റെ സക്കേബൂസിന്റെ ഉപമ കേട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. സ്വരമേൽത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ ഒരു കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജീവിതത്തെ കുറെ കൂടി ഗൗരവത്തോടെ എടുക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു അഭിഷേക ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നീതീകരിക്കപ്പെട്ടവരായി നിൽക്കാൻ, പാപം വെടിഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിച്ച് മാനസാന്തരത്തിന് തക്ക ഫലം പുറപ്പെടുവിച്ച് ജീവിക്കാൻ സഹായിക്കണമെന്ന് ആഗ്രഹിക്കാം. ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ജീവിച്ച് എന്നേക്കുമായി നാം തകരാനുള്ളവരല്ല.